കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ തന്നെ. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലവും പോസിറ്റീവാണ്. രാമനാട്ടുകര നഗരസഭാ പരിധിയിൽ ഫറൂഖ് കോളേജിന് സമീപം താമസിക്കുന്ന ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ RRT സംഘം യോഗം ചേർന്നിട്ടുണ്ട്. രാമനാട്ടുകര 5-ാം ഡിവിഷനിലെ 50 വീടുകളെ ഉൾപ്പെടുത്തി ഓരോ ക്ലസ്റ്ററുകൾ രൂപീകരിക്കാനാണ് തീരുമാനം. RRT സംഘം ഓരോ വീടുകളിലും എത്തി പരിശോധന നടത്തുകയും രോഗലക്ഷണം ഉള്ളവരുടെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും. ഹൈറിസ്ക് പട്ടികയിലുള്ള 11 പേരോട് നിലവിൽ കർശനമായ ഹോം ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങളില്ല. രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരിൽ മാത്രമായിരിക്കും ഇനി പരിശോധന ഉണ്ടാവുക. രോഗബാധിതൻ സഞ്ചരിച്ച വഴികൾ വ്യക്തമാക്കുന്ന റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് ഉടൻ തന്നെ പുറത്തുവിടും. രോഗിക്ക് എവിടെ നിന്നാണ് ഈ വൈറസ് ബാധയേറ്റത് എന്നതിൽ 2 സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ഇദ്ദേഹം ജോലി ചെയ്ത ഗോഡൌണിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വിലയിരുത്തൽ. വീട്ടുവളപ്പിൽ നിന്നും സപ്പോട്ട പഴം പറിച്ചു കഴിച്ചതിനാൽ വവ്വാലുകൾ കഴിച്ച പഴങ്ങളിൽ നിന്നാകാം ഇത്തരത്തിൽ നിപ്പ ബാധിച്ചതെന്ന സാധ്യതയും പറയപ്പെടുന്നുണ്ട്. നിലവിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഫറൂഖ് സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശുചീകരണ ജോലിക്കാരനാണ് ഇയാൾ.